പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ പുറത്തു പോവുകയാണ്. നാളെ കുട്ടികൾക്ക് പരേഡ് ഉണ്ട്. വൃന്ദാവൻ ഹോട്ടലിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ. എടാ സ്കൂൾ ടൈമിൽ അവൾ എവിടെ പോകണം ചോദിച്ചേ? അല്ല എങ്ങോട്ടായി പോകുന്നേ? പറയൂല. നീ പറയാതെ പിന്നെ 8 മണിയിലെ വാർത്ത പറയോ? സാറ് ചോദിച്ചിട്ടാ പറയാൻ. ഞാൻ എന്റെ പഠിത്തമൊക്കെ നിർത്തി TC വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല അതെന്തിനാ? സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്ന് NCC മാസ്റ്റർ പറഞ്ഞായിരുന്നു. ഇനി ഞാൻ സ്റ്റുഡന്റ് അല്ലല്ലോ, ഇനി മോഹിക്കാൻ സ്നേഹിക്കുകയും ചെയ്യാം. അത് നിക്കട്ടെ, ആരെ നീ സ്നേഹിക്കുന്നേ ഇപ്പോ? നമ്മുടെ NCC മാസ്റ്ററിനെ തന്നെയാ. എന്നാ നീ സംസാരിക്കുന്നത്? വായി വന്ന് നോക്ക്. അതെ, ഇന്ന് ഫെബ്രുവരി 14 എനിക്ക് പകരം സാറിനൊന്ന് വിഷ് ചെയ്തേക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. പോട്ടെ സാറേ, നല്ല പ്രായത്തിൽ പെണ്ണുങ്ങൾ പുറകെ വരുന്നതും പ്രായം ചെല്ലുമ്പോൾ ഷുഗർ വരുന്നതും. അല്ല സാറേ, ഇത് സിവിൽ കേസ് പോലെ വലിച്ചു നീട്ടാതെ പെറ്റി കേസ് പോലെ അഡ്വൈസ് ചെയ്ത് തീർത്തേക്കുന്നേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ സൗമ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. നീ ഇതാരോടും വിളമ്പി നടക്കണ്ട. ഓക്കെ സാർ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ, ആരെ നോക്കിയടാ നീ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞത്? അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറുടെ ദേഹത്തേക്ക് ഇറങ്ങിയതല്ല. നിങ്ങളൊരു നല്ല കുടുംബിനിയാണെന്ന് എനിക്ക് അറിയാം. റിട്ടയർ ആയ 3 ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാം. അല്ല 3 കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമേ. അയ്യോ, നല്ല കാര്യം. ഈ രാക്ഷസി നമ്മളെ തിന്നുന്നതിന് മുമ്പ് എങ്ങനെയോ രക്ഷപ്പെട്ടു. സാറേ, നമ്മുടെ സ്കൂളിൽ ലീവ്. നാട്ടിലാകെ പ്രശ്നമായിട്ട് അന്ന് നമ്മൾ കണ്ട മൊട്ടത്തലേനും ആളുകൾക്കും ബാറിൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് അയാളുടെ ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കി. ജാതിപ്പേര് വിളിച്ചതിന്റെ ദേഷ്യത്തിന് അയാളുടെ മകളെ കടത്തിക്കൊണ്ട് പോകുന്നു വെല്ലുവിളിച്ചു സാറേ. അവരിപ്പോ അയാളുടെ മകളെ കടത്തിക്കൊണ്ട് പോയി. ആരോടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ നോക്കിക്കോളാം. സാറേ, ഒരു പയ്യനെ വെട്ടിക്കൊന്നു. ബാസി, എന്തോ ജാതി പ്രശ്നം തോന്നുന്നു. അതെ സാർ, 2 ഗ്രൂപ്പിനെ കളക്ടർ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സോർ നരസിംഹൻ, അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നെന്ന്. വെള്ളം അടിച്ച് തല്ലുണ്ടാക്കിയിട്ട് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയില്ലേ? നിങ്ങളുടെ മോളെ സഹദേവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഇയാളുടെ മോനെ നിങ്ങളുടെ ആൾക്കാർ വെട്ടി. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം. 6 മണിക്കുള്ളിൽ ഞങ്ങളുടെ കുട്ടിയോട് വന്നില്ലെങ്കിൽ 27 പേർക്ക് ലൈസൻസോട് കൂടി തോക്കുണ്ട് എടുത്ത് പൊട്ടിച്ചാലുണ്ടല്ലോ, കടൽക്കരയിൽ ഒരുത്തം പോലും ജീവനോട് കാണില്ല. സാർ, ബാസി എന്തായി? ഓക്കെ, രണ്ട് ജാതിക്കാർ തമ്മിൽ പ്രസ്റ്റേജ് പ്രശ്നം നോക്കുന്നതുകൊണ്ട് പോലീസുകാർ 8 പേരാണ് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്നത്. സാർ, ഞാൻ SP ഓഫീസിൽ ഒരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം. നീ ഒന്നും പറയണ്ട, കോള് കട്ട് ചെയ്യാതെ ഫോൺ പോക്കറ്റിലിട്. സാർ പറയുന്നത് കേൾക്ക്. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ലേ സാറേ? എല്ലാവരും അവരുടെ വീട്ടിൽ പോയി ഊണും കഴിച്ച് മയങ്ങി ചായയും കുടിച്ച് സന്ധ്യയാകുമ്പോ വാ. എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അന്നേരം നമുക്ക് കണക്കെടുക്കാം. സാർ, അവിടുത്തെ സിറ്റുവേഷൻ ആകെ പ്രശ്നത്തിലാണ്. എന്താ പറയുന്നത്? DSP ആയിട്ട് ഞാൻ ചാർജ് എടുക്കട്ടെ സാർ? പോലീസാണ് ഇപ്പൊ തന്നെ? അതെ സാർ, വേറെ മാർഗ്ഗമില്ല. ഇതാണ് അതിന് പറ്റിയ സമയം. പോസ്റ്റിംഗ് ഓർഡർ SP ഓഫീസർക്ക് ഫാക്സ് ചെയ്യൂ സാർ. 6 മണിക്കകം പെൺകുട്ടി രക്ഷപ്പെടുത്തിട്ട് സാറിന് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സൂസൻ, മണിയൻകുട്ടി നിന്റെ ഏരിയയിലേക്ക് പോകോ. ജോണി, ആൽബർട്ട്, ഷാജി, ചാർലസ്, സഹായത്തിനോട് യുവമാർ ആരെങ്കിലും ഉണ്ടെന്ന് വേഗം റിപ്പോർട്ട് ചെയ്യാം. വേഗം ചെയ്യാം സാർ. Sir, I am Narasimham, Deputy Superintendent of Police, specially appointed by Home Minister for the communal clash. സാറേ, DGP ഓഫീസിൽ നിന്ന് പോസ്റ്റിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോ ഇത്രയും ദിവസം ഓഫ് ഡ്യൂട്ടിയിൽ സർവൈലൻസിലാണ് സാർ. ടേക്ക് ചാർജ്. സാർ, ഇന്ന് കാലത്ത് കലക്ടർ ഓഫീസിൽ നടന്നതുപോലെ ഉടനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം സാർ. കാരി ഓൺ. സാർ, ഈ പ്രശ്നത്തിന് കാരണമായി ഇരു കൂട്ടരുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നാലുടൻ 3 മണിക്കൂർ ഇടപെട്ട് 144 പ്രഖ്യാപിച്ച് അവരെ ബ്ലോക്ക് ചെയ്യണം. അവരുടെ സെൽഫോൺ സിഗ്നൽ ജാമർ വെച്ചിട്ട് ഓഫ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ കട്ടായാൽ തന്നെ പകുതി കലാപം ഒഴിഞ്ഞിരിക്കും. വിൻസൻ, കടലോരത്തെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളും അവിടെ വരാൻ പാടില്ല. കോസ്റ്റ് ഗാർഡിനോട് അലർട്ട് ആകാൻ പറയണം. ഒരു ബറ്റാലിയൻ പോലീസ് ബോട്ട് എടുത്ത് കടലിനുള്ളിൽ റൗണ്ട് ചെയ്യണം.
വ്യാപാരികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ബന്ധുക്കളാരും സിറ്റിയിൽ വരരുത്. സർ. കൊച്ചിയിലെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലും അടൂരിലുള്ള എല്ലാ റോഡുകളും ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്യൂ. 6 മണി വരെ ആരും കടത്തിവിടണ്ട. ടീം പ്രൊസീഡ്. ഓക്കെ സാർ. അവര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക സാർ. ഡോഗ് സ്ക്വാഡ് വരാൻ പറ. SP ഓഫീസിൽ വെച്ച് എല്ലാ തലവന്മാരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബിജിനാ സാർ വിളിക്കുന്നത്. എത്ര ബോട്ട് കടലിലേക്ക് പോയിട്ടുണ്ടെന്ന് അന്വേഷിച്ചിട്ട് ഇൻഫോം ചെയ്യൂ വേഗം. ശരി സാറേ, ശരി സാറേ. എന്ത് വന്നാലും നമുക്ക് നേരിടുന്നേ. ഹലോ ഹലോ സാർ 144 ഏർപ്പാട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ വേഗം കൊടുക്കൂ. പൊതുജനങ്ങൾക്കായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കവലയിൽ ഇപ്പോൾ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരും വീടിനകത്തു നിന്നും പുറത്തേക്ക് വരുവാൻ പാടില്ല. ഇത് സർക്കാരിന്റെ ഒരു പ്രത്യേക അറിയിപ്പാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൾ ഓക്കെ സാർ. അനിൽ, രതീഷ്, അജിത്ത് അവർ 3 പേരേ ഉള്ളൂ സാറേ. ബാക്കിയുള്ള 12 പേരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് എനിക്ക് ഉടനെ SMS ചെയ്യും. ബാക്കിയുള്ള 12 പേരിൽ 7 പേര് മിസ്സിംഗ് ആണ് സാർ. 5 പേരുടെ ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല സാർ. നമ്മൾ വിളിക്കുന്ന നമ്പർ അവർ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കണം. നിങ്ങൾ തന്ന 5 സെൽ നമ്പരും ബ്രിഡ്ജിനടുത്തുള്ള ടവർ ഏരിയയിലാണ് സാർ. ഇതാണ് സാർ ബ്രിഡ്ജിനടുത്തുള്ള ടവർ ഏരിയ. അത് രാജു ഹോട്ടൽ, ഇത് റൂബി ഹോട്ടൽ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ റൂം എടുക്കാനേ സാധ്യതയുള്ളൂ. സെൽഫോൺ സിഗ്നൽ ജാമർ ഓൺ ചെയ്ത് സറൗണ്ട് സിഗ്നൽ എല്ലാം കട്ട് ചെയ്യും. ലാൻഡ് നമ്പർ നമ്മെ വേഗം വിളിക്കാൻ നോക്ക്. യെസ് സർ. ലൈൻ കിട്ടുന്നില്ല Yes. സർ. സാർ നിങ്ങൾ റൂം ചെക്ക് ചെയ്യ്, ഇതും ചെക്ക് ചെയ്യ്. 6 പേരുടെ കീ ഇവിടെ ഉണ്ട്, 6 പേര് തന്നിട്ടുമില്ല. അകത്താരാ? സാർ എല്ലാ റൂമും ചെക്ക് ചെയ്തു, കുറ്റവാളികൾ ആരുമില്ല സാറേ. 6 പേര് താക്കോൽ വന്നിട്ടില്ലേ? അവർ റെക്കോർഡ് എടുക്കുക. 406 എപ്പോഴെടുത്തേ? ഇന്ന് രാവിലെയാണ് സാർ. ആ റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക സാറേ. യെസ്, ഉള്ളിൽ ആളുണ്ടെങ്കിലും പുറത്തുനിന്ന് പൂട്ടാമല്ലോ. ഓരോരുത്തർ അവരുടെ ഫോണിൽ അക്യൂസിന്റെ നമ്പർ ഡയൽ ചെയ്ത് നോക്കുക. ഓക്കെ സാർ. എന്നിട്ട് ഒരേ സമയത്ത് കോൾ ചെയ്യണം. ഓക്കെ. ജാമർ ഓഫ്. ഇതെന്നാ എല്ലാ ഫോണും ഒരേ സമയത്ത് അടിക്കുന്നത്? പെൺകുട്ടി എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? പറയണം. മാലദ്വീപിലാ സാറ് വെച്ചേക്കുന്നേ. ചേട്ടാ, ഒരു ബോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നീ നിൽക്കുന്ന സ്ഥലം പോലീസിനെ പിടികിട്ടി അവളെ കളഞ്ഞു വാ. വേഗം ബോട്ട് എടുക്ക്, നമുക്ക് രക്ഷപ്പെടാം. ചേട്ടാ, ബോട്ടിനുള്ള പോലീസിന് ഓടിപ്പോയ്ക്കോ. നിയമത്തിൽ ലംഘനം തെറ്റിച്ചുവെന്നാൽ മതയാന പോലിന്നു ഞാൻ. അധികാരം കാത്തിടും പോലീസ് ഞാൻ ഇന്ന് ഉറപ്പേകുമെൻ വാക്കുകൾ. അവളെ പിടിക്കേ. അവിടെ നോട്. നിയമത്തിനായി വന്ന സേവകൻ, കുറ്റങ്ങൾ തീർക്കുന്ന നായകൻ, ഇവൻ നാടിന്റെ മുതല്ലയോ. ചേട്ടാ വാ, വേഗം ബോട്ടിക്കാരെ വാ, ഓടിവാ. കൊടുങ്കാറ്റ് വന്നാലും ചലിക്കീവൻ, ഇടിവെട്ട് വന്നാലും ഇടറീവൻ. പതറാതെ ചിതറാതെ കിതയ്ക്കാതെ ഭയക്കാതെ നേരി പായും കുടി. സൂക്ഷിച്ചോ. കരയണ്ട. സാറേ, എന്റെ കുടുംബത്തിന്റെ അന്തസ്സാണ് സാറ് കാത്തത്. വളരെ നന്ദിയുണ്ട് സാറേ. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സ്റ്റുഡൻസിനെ നേർവഴിയിലാക്കാൻ വേണ്ടിയാണ് എന്റെ മേലുദ്യോഗസ്ഥർ എന്നെ അയച്ചത്. സ്റ്റുഡൻസുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനാണ് ഞാൻ NCC മാസ്റ്റർ ആയത്. സാറേ, ഈ ആക്രമണത്തിനെല്ലാം കാരണം 2 സമുദായങ്ങളുടെ ജാതി വരെയില്ലേ? അല്ല, ശത്രുക്കളായ 2 പേരുടെ കൂടി പക. സർ, വൺ മോർ ക്വസ്റ്റ്യൻ സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. At the year 2030, our target will be 1 million
നരസിംഹൻ ഇസ് ബാക്ക്. എക്സ്ക്യൂസ് മീ, വാട്ട്? അദ്ദേഹം DSP ആയി. ഓ റിയലി? ഇന്ന് വൈകിട്ട് എന്റെ ഫ്രണ്ട്സിനെല്ലാം ട്രീറ്റ് കൊടുക്കാൻ പോവാ. അമ്മ എൻജോയ് ചെയ്തോ. ഞാൻ പോട്ടെ. ബൈ. ഫ്രണ്ട്സ്, മൈ son-in-law has become deputy superintendent of police. ഇനി മുതൽ കാവ്യ പച്ചക്കറി വാങ്ങിക്കാനും സൈറം വെച്ച കാറിലായിരിക്കും പോകുന്നത്. എന്ത്? ചുമ്മാ ചുമ്മാന്ന് പറഞ്ഞ? ചുമ്മാതെ. നമസ്കാരം സാറേ. ഇവിടെ ഉണ്ടായിരുന്ന നമസ്കാരം സർ. സാറ് സ്കൂളിലുണ്ടായിരുന്നപ്പോ സാറിനോട് തരികട കാണിച്ച SI കരിയുമ്പോൾ അത് വാതിലിന് പുറകെ മറിഞ്ഞിരിക്കും സാർ. അദ്ദേഹത്തെ ഇപ്പോഴേ പറഞ്ഞു വിടുവോ അതോ നമ്മുടെ സ്റ്റേഷനിലേക്ക് സ്ഥിരമാക്കുവോ? ബാസി 10 പന്നിക്കുട്ടികളെ കിട്ടും, 10 നായ്ക്കുട്ടികളെയും 8 കഴുതക്കുട്ടികളെ പോലും കിട്ടും. ഇതുപോലൊരു വയസ്സൻകുട്ടിയെ കിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കുന്ന ആൾ അയാൾ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല, പക്ഷെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു നല്ല ഓഫീസർ അയാൾ. വരാൻ പറ. കരീം സാർ വിളിക്കുന്നുണ്ട്. സാർ തെറ്റ് ചെയ്ത പോലീസുകാരെല്ലാം വെറുതെ വിട്ടല്ലോ. സാർ വന്ന ജോലി നോക്കാതെ സ്കൂൾ പിള്ളേർക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. സാറിന്റെ ഐഡിയ എന്താണെന്ന് പറ. അത് അറിഞ്ഞോ അറിയാതെ ഒബ്ജക്ഷൻ തീരുന്നതിന് മുമ്പ് ചാർജ് എടുക്കേണ്ടി വന്നു. അതാ ബായിയുടെ ആൾക്കാരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ വിശ്വസിപ്പിക്കാൻ ഇത് മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. കരീം കൂടെ ഉണ്ടാവണം. കരീബായി എന്താണ് നിന്റെ വാ പൊളിച്ച് കണ്ണു മിടിക്കുന്നത്? നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തല്ലേ? ഇതുവരെ ഒരു മേലുദ്യോഗസ്ഥന്മാരും എന്നെ ഇങ്ങനെ ബഹുമാനിച്ചിട്ടില്ല. എന്നാ ഇദ്ദേഹം എന്നെ ബഹുമാനിച്ച് എല്ലാ പ്ലാനും എന്റെ മുന്നിൽ തന്നെ പറയുന്നു. ഈ സാറിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്യും. സാർ, നരസിംഹം ഈസ് എ പോലീസ് ഓഫീസർ. സാർ, നമ്മുടെ ഹോട്ടലിന്റെ വാർഷികാഘോഷത്തിന്റെ ഇൻവിറ്റേഷൻ വന്നു സാർ. ഞാൻ ഒരു ദിവസത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വരുള്ളൂ. അതിനു മുമ്പ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയക്കണം. സാറേ ഇത് എങ്ങോട്ടാ? ഇത് ഗവൺമെന്റ് എന്താണ് ഇത്? ഗവൺമെന്റ് റൂൾസ് മറികടന്ന് കുട്ടികൾക്ക് മദ്യം കൊടുക്കുന്നോ? അതൊക്കെ നോക്കുവാണെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റുമോ സാർ? എന്നാ ഇവരുടെ മാതാപിതാക്കളാണ്.